ഓളെയും കാത്തിരിക്കുകയായിരുന്നു. വാസുവിടെ? അവൻ വീട്ടിലുണ്ട്. ഓളെ നാളെ പുലർച്ചയ്ക്ക് അവരെന്നെ തൂക്കിലിടും. ഞങ്ങൾക്കിനി ആരുണ്ട്? വാസുവിന് നീയുണ്ട്. നിനക്ക് നീ മാത്രം. അച്ഛനോട് ക്ഷമിക്കുമ്പോൾ അച്ഛൻ എന്തിനാണ് തൂക്കുമേടയിലേക്ക് പോകുന്നതെന്ന് അറിയാമല്ലോ. അച്ഛൻ കാത്ത മാനം എന്റെ മോൾ ഒരിക്കലും നശിപ്പിക്കരുത്. ഇല്ല, ഒരിക്കലുമില്ല. വാസു, അവന് നീ മാത്രമേ ഉള്ളൂ. അവനെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. മന്ത്രം ചൊല്ലും കിളികൾ ഇവയുടെ നടുവിൽ മനുഷ്യൻ മാത്രം വിഷാദമുദ്രകൾ അണിയുന്നു. അജ്ഞാതയാനം തുടരുന്നു. പുഷ്പവിധാനങ്ങളിൽ തണലിടും വല്ലി നികുഞ്ചങ്ങളിൽ ചിരിക്കാൻ ചിലപ്പോൾ ഒരു നിമിഷം, കരയാൻ പക്ഷേ ഒരു ജന്മം. സിന്ദൂരഗിരികൾ മന്ദാരവനികൾ മന്ത്രം ചൊല്ലും കിളികൾ ഇവയുടെ നടുവിൽ മനുഷ്യൻ മാത്രം വിഷാദമുദ്രകൾ അണിയുന്നു. അജ്ഞാതയാനം തുടരുന്നു. കാലപ്രവാഹിനിയിൽ ഉടയും നാനാതരംഗങ്ങളിൽ അടുക്കാനെവിടെ ഒരു തീരം, അണയാൻ എവിടെ ഒരു നീളം. സിന്ദൂരഗിരികൾ മന്ദാരവനികൾ മന്ത്രം ചൊല്ലും കിളികൾ ഇവയുടെ നടുവിൽ മനുഷ്യൻ മാത്രം വിഷാദമുദ്രകൾ അണിയുന്നു. അജ്ഞാതയാനം തുടരുന്നു. അജ്ഞാതയാനം തുടരുന്നു. അജ്ഞാതയാനം തുടരുന്നു.
എങ്ങോട്ടാ? ആ കാണുന്ന വീടാ. അയ്യോ, ആ വീട്ടിലേക്ക് ഞങ്ങളില്ല. വരാനവിടെ. എടോ അയ്യപ്പൻ പിള്ളേ, ഇവര് മാധവന്റെ വീട്ടിലേക്കെന്നാ തോന്നുന്നേ. അയ്യോ, കൊച്ചേ, അയ്യോ, ഈ വീട്ടിൽ പൊറുക്കാൻ വന്നിരിക്കുക. എന്റെ മോളെ, ജീവൻ വേണമെങ്കിൽ പെട്ടിയും കിടക്കാൻ കൊണ്ട് സ്ഥലം വിട്ടോ. എന്താ മാധവനവന്റെ ആൾക്കാർ അറിഞ്ഞാലുണ്ടല്ലോ കൊല നടക്കും. മോൻ കരയാതെ, ചേച്ചി ഇപ്പൊ കാപ്പി ഉണ്ടാക്കി തരാം. ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും. കുഞ്ഞമ്മ. നാട്ടുകാരെന്നെ വിളിക്കുന്നത് ബീഡി കുഞ്ഞമ്മ. എടി പൊടി എന്നെ വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. വിളിച്ചാല് വായിലെ പല്ല് കാണത്തില്ല. എന്തു പറഞ്ഞടി? വെറുതെ അപമാനപ്പെടരുത്. ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. ആ, പറഞ്ഞേക്കാം. ആഹാ, അങ്ങനെ സംസാരിച്ചില്ലെങ്കിലോ? ഈ വീട്ടിലാരും താമസിക്കുന്നത് മാധവേട്ടന് ഇഷ്ടമല്ല. ഉടനെ ഇവിടെ ഇറങ്ങണം. മനസ്സില്ലെങ്കിലോ? മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നു, അത് ഞാൻ അടിച്ചിറക്കണം. അത്രയ്ക്കായോടി? ആയടാ, പോടാ അവിടെ. എനിക്കൊന്നും കേൾക്കണ്ട. മാധവന് ജീവനുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരും താമസിക്കില്ല. ആ പെണ്ണിനെ കാണാൻ മാധവേട്ടൻ അങ്ങോട്ട് പോകുകയും ഈ പിച്ചാത്തി പരമു അവളെ ഇവിടെ കൊണ്ടുവരും. ഓള് വരില്ല പരമു, ഓളെ അനക്കറിയില്ല. എന്ത് പറഞ്ഞടാ? അവളല്ല, അവിടെ അമ്മച്ചയെ കൊണ്ടുവരും. ഈ പിച്ചാത്തി പരമുവാണ് പോകുന്നത്. മാധവേട്ട, എന്നെ അനുഗ്രഹിച്ചു വിടൂ. കുഞ്ഞമ്മേ, ഞാനും കൊണ്ട് വരട്ടെ? വരണം. വീട് കിടക്കുവല്ലയോ? അടുത്ത വരെയല്ല എന്റെ താമസം. പേര് പാർവമ്മ. ഈ നാട്ടിലെ ചില തന്തയില്ലാത്തവന്മാരൊക്കെ പാർത്തള്ളേ പാർത്തള്ളേന്ന് വിളിക്കും. മോളെന്നെ പാർമായി എന്ന് വിളിച്ചാൽ മതി. എന്തോരു ചൂടാ മോളെ. ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ താമസിക്കുന്നത്? പാർമാരുടെ പെരയിലോട്ട് പോരെ. എന്തിന്? മാധവനെങ്ങാനും വന്നാലേ ഇവിടെ കൊല നടക്കും. ജനിച്ചാൽ ഒരിക്കലല്ലേ മരിക്കൂ പാറുമായി. ഇവിടെ
അവിടെ കുഞ്ഞമ്മ എന്നും പറഞ്ഞ ഒരു ചട്ടമ്പിന് വന്നിട്ടുണ്ടല്ലോ. ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. എടാ പരമുതേ, ആ കത്തി അങ്ങ് മടക്കടാ. പരമു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് പിച്ചാത്തി മടക്കണോ അതോ പിച്ചാത്തി നിവർക്കണോ എന്ന് ഞാനൊന്ന് ആലോചിക്കാം. കേട്ടു. പിച്ചാത്തി വന്നതും പറഞ്ഞു. ഇപ്പൊ എന്തോ വേണം? മാധവേട്ടൻ പറഞ്ഞു അങ്ങോട്ടൊന്ന് വരാൻ. ആരാടോ തന്റെ ഒരു മാധവേട്ടൻ? എനിക്കൊരു മാധവനും കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കാണണമെങ്കിലേ ഇങ്ങോട്ട് വരാൻ പറ. നിന്റെ കുടല് കുത്തിയെടുത്ത് ഞാൻ കാക്ക് കിട്ടുകൊടുക്കും. ആഹാ, നിന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നേച്ച് പോയ കഥ അറിയണോടാ? അറിയാവേ. കേട്ടോടാ? എടുക്കാ പിച്ചാത്തി. എന്റെ കത്തി കൊണ്ട് എന്നെ കൊല്ലല്ലേ. എടുക്കാനാ പറഞ്ഞത്. ഭാര്യയും കുട്ടികളും ഉണ്ടോ? എനിക്ക് 4 ഭാര്യമാരും 1 കുട്ടിയുണ്ട്. 4 കുട്ടികളും 1 ഭാര്യയുണ്ട്. ഈ പിച്ചാത്തി കൊണ്ടുപോയേ തന്റെ ഭാര്യക്ക് കൊടുക്കട. എന്തിനാ? കാറി മുറിക്കാൻ. പിടിക്കണത് ഓർഡർ അവിടുന്ന്. മാധവേട്ടൻ ചോദിച്ചാ ഞാൻ എന്തോ പറയണം. എന്താ എന്താ എന്താ? കുഞ്ഞമ്മേ, എവന്റെ കത്തി കണ്ടാ വിറയ്ക്കാത്തവർ ഈ നാട്ടിലില്ല. അതെ, നിങ്ങളുടെ നാട്ടുകാരുടെ നട്ടലിൽ എന്തോ തകരാറുണ്ട്. മാധവൻ ഇപ്പൊ വരും. വരട്ടെ. കുഞ്ഞമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. നിങ്ങൾ എല്ലാവരും പോലെ എനിക്ക് മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നു, ജോലി എടുക്കുന്നു, ജീവിക്കുന്നു. ഞാനതിന് മറ്റുള്ളവരെ ഭയപ്പെടണം? മോളെ, മാധവൻ ഈ വീടിനോട് വല്ലാത്ത ഒരടുപ്പമുണ്ട്. ഇത് അയാളുടെ വീടായിരുന്നു? അല്ല മോളെ, മാധവൻ സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ വീടായിരുന്നു. പണ്ട് മാധവൻ നല്ലവനായിരുന്നു. ഇന്ന് അവൻ ഇങ്ങനെ ആയിപ്പോയി. അതിന് കാരണമുണ്ട്. എന്ത് കാരണം? അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് അവസാനമേ ഇല്ലയോ? ഇല്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞാലോ? കൂടുതൽ പ്രാർത്ഥിക്കും. എന്തിന്? ഞാൻ ഇഷ്ടപ്പെട്ട ആളെ തന്നതിന് നന്ദി പറയാം. ഈ സ്നേഹം കുറയരുതേന്ന് അപേക്ഷിക്കാൻ. ഐശ്വര്യമുള്ള മക്കളെ തരണമേന്ന് അപേക്ഷിക്കാൻ. എന്നിട്ട് പറയാം. അവന്റെ താന്തോത്സവത്തിന് നിങ്ങളും കൂട്ടു നിൽക്കുകയാണല്ലേ? ശങ്കര, ആ പെൺകുട്ടി മാധവന് ചേർന്നവളാ. ഈ തറവാടിന്റെ അന്തസ്സിന് യോജിച്ചവളാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ കാര്യസ്ഥന്റെ മകളല്ലേ? ഇന്ന് നമ്മുടെ കാര്യസ്ഥനാണെങ്കിലും ഒരു കാലത്ത് വേലുനായരും ഒരു വലിയ തറവാട് ഭരിച്ചിരുന്ന ആളല്ലേ. പണം ഇല്ലെങ്കിൽ എന്താ, നല്ല തറവാട്ടുകാരാണ്, നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയുമാണ്. നീ എന്താ മാധവന്റെ വക്കീലാണ്? ഭാര്യയുടെ ഉപദേശം അനുസരിച്ചല്ലേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. അനിയന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. എടീ, നീ എന്റെ കൈ കൊണ്ട് വാങ്ങിക്കും. നീ അകത്ത് പോ മോളെ. ഇവന് ദേഷ്യം വന്നാ പിന്നെ കണ്ണും മൂക്കും ഒന്നും കാണില്ല. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? അമ്മയ്ക്കും പോവാ. ശങ്കര, നീ ശാന്തമായിട്ടിരുന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ഒന്നും ആലോചിക്കാനില്ല. ഈ തറവാട് ഭരിക്കുന്നത് ഞാനാ. എന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ.
അതേ ശങ്കരപ്പിള്ള ശങ്കരപ്പിള്ള പറഞ്ഞാണ് അതിന്റെ കാര്യം. വീട്ടിലെ കാരണവന്മാര് പറയുന്ന പോലെ വേണ്ട കാര്യങ്ങൾ നടക്കാൻ. അമ്മയും മക്കളും കൂടി 24 മണിക്കൂറും വഴക്കാം. എന്നിട്ട് പാർത്തള്ളക്കാ കിടന്നു കൊടുക്കാൻ വയ്യാത്തത്. ഓ സുശീല കുഞ്ഞേ. ആ അല്ലമ്മേ, മാധവനാ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് ശങ്കരപ്പിള്ള എന്തിനാ കിടന്ന് കരുതുള്ളുന്നത്? തെളിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കണം. പെണ്ണിന്റെ ചെറുക്കന്റെ ഇഷ്ടത്തിനല്ലയോ കല്യാണം കഴിക്കുന്നത്? ദീപം 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 ദേവു, ഈ കരയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരാണ് കൈലാസ മന്ദിരക്കാർ. അവരുടെ ഉപ്പും ചോറും തിന്നാണ് നമ്മൾ കഴിയുന്നത്. മോക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. മോളെ, ആ കുടുംബത്തിലേക്ക് വധുവായിട്ട് പോകാനുള്ള പണവും പ്രൗഢ്യമൊന്നും എന്റെ മൂക്കില്ല. പണത്തെ പറ്റിയും പ്രഭിടിയെ പറ്റിയും ഒന്നും മാധവേട്ടൻ ചിന്തിച്ചിട്ടില്ല. അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല, നാട്ടുകാർ ചിന്തിക്കും. നമുക്ക് രണ്ടുപേർക്കും ചീത്തപ്പേരുണ്ടാവും. അത് കളവേലു നായരെ, നാട്ടുകാരുടെ വർത്തമാനം കേൾക്കാൻ നിന്നാ പിന്നെ അതിനേ നേരം കാണും. അപവാദങ്ങൾ കേൾക്കാൻ എനിക്ക് വയ്യ പാറു. മോളെ, എന്റെ മോളാ മാധവൻ അങ്ങ് മറന്നേക്കും. മോള് മറന്നാലും മാധവൻ മറക്കില്ല അമ്മാവ. മാധവൻ കുട്ടി, ഇനി മേലാൽ ഇവിടെ വരരുത്, ഇവിടെ കാണരുത്, ഇവളുമായി സംസാരിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ് മാധവൻ കുട്ടി. വേലു അമ്മാവ, എനിക്കും ഉണ്ടൊരു അപേക്ഷ. ഞങ്ങളെ പിരിക്കാൻ വേലുമ്മ ശ്രമിക്കരുത്. ദേവുവിന്റെ ഭാര്യയാകണമെന്ന ആഗ്രഹം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല, വർഷങ്ങളായി. മാധവൻകുട്ടി, ഇല്ലമ്മാവ, മാധവൻ ഒരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് ദേവുവായിരിക്കും. ആരെതിർത്താലും ശരി. എന്താടാ? അനിയൻ കല്യാണം ഉറപ്പിച്ചു അത്രേ. എന്ത്? ആരെതിർത്താലും അവളെ തന്നെ വിവാഹം ചെയ്യുമെന്ന് വാക്ക് കൊടുത്തു. അവൻ അത്രയ്ക്കായി എന്റെ മുമ്പിൽ വന്ന് ഒരു വാക്ക് സംസാരിക്കാൻ മടിക്കുന്ന അവൻ എന്നെ ധിക്കരിക്കുക? അല്ല, പറഞ്ഞു കേട്ടതാണ്. എങ്കിൽ അവൻ തന്നെ എന്റെ മുമ്പിൽ വന്ന് ആ പെണ്ണ് എനിക്ക് വേണ്ടാന്ന് പറയണം. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏഭ്യന്മാരെ, മാനഭംഗപ്പെടുത്തിയ പെണ്ണിനെ ഏത് പുരുഷൻ വിവാഹം കഴിക്കൂടാ? ദേവുട്ടിയെ, സുഖമാണോ? മാധവനെ കല്യാണിക്കാൻ പോണെന്ന് കേട്ടു. മാധവനെ കല്യാണം കഴിക്കും മുമ്പേ ഞങ്ങൾക്ക് അച്ചാരം തന്നിട്ട് വേണം. എന്താ മോളെ, എന്താ?
മകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊല്ലണമെങ്കിൽ കൊല്ലണം. അപമാനിക്കാൻ മാത്രം ആളെ അയക്കരുത്. നിലയ്ക്ക് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അപമാനപ്പെടേണ്ടതായിട്ടും വരും. ഉണ്ട ചോറിന് നന്ദി കാണിച്ചിട്ടുള്ളവനാണ് ഈ വേലുനായർ. പക്ഷേ അഭിമാനത്തെ തൊട്ട് കളിച്ചാൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. താൻ ഇവിടുത്തെ കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ ഇനി എന്റെ പട്ടി നിൽക്കും തന്റെ കാര്യസ്ഥനായിട്ട്. തന്റെ കളപ്പുരയുടെ താക്കോൽ. കൈലാസ മന്ദിരത്തിന്റെ കാരണവരാണെന്ന് പറഞ്ഞ് നെളിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അന്തസ്സും ആഭിജാത്യം എന്താണെന്ന് പഠിക്കണം. താൻ എന്നെ അന്തസ് പഠിപ്പിക്കുന്നില്ലേ? എന്നാ താൻ കുറിച്ച് പഠിച്ചോ. അനിയനാ നിങ്ങൾക്കും തരേണ്ടതാ. പക്ഷെ നിങ്ങൾ എന്റെ ചേട്ടനായിപ്പോയി. ഓടാകത്ത് എനിക്ക് നീ അറിയണം. നീ എന്ത് വേണമെങ്കിലും ധരിച്ചോ. മാധവൻ ആൺകുട്ടിയാണെങ്കിൽ ദേവുനെ തന്നെ വിവാഹം കഴിയും. എന്നാ ഒന്ന് കാണണം. നാളെ കാലത്ത് അമ്പലത്തിൽ വന്നാ മതി. നാളെ എന്റെ വിവാഹമാണ്. ആ വിവാഹം നടക്കില്ല. നടക്കും. വരൂ അമ്മ. ഓടിയപ്പുറത്ത് നിന്നോട് പോരാ പറഞ്ഞു. അമ്മേ, ഈ പാല് കുടിക്കൂ അമ്മേ. എനിക്ക് വേണ്ട മോളെ. അമ്മ ഇന്നൊന്നും കഴിച്ചില്ല. ഈ പാലെങ്കിലും കുടിക്കൂ അമ്മേ. കുടിക്കും. ഏട്ടനും അനിയനും തമ്മി എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഒരു വഴക്കം ഉണ്ടായിട്ടില്ല. തെറ്റ് മാധവന്റേതല്ലോ. നിന്റെ ഭർത്താവ് പിടിവാശിക്കാരന്. ഇനി എന്തെല്ലാം ഈ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമോ? എല്ലാം ശരിയാകും അമ്മേ. ഈ പാല് കുടിക്കൂ. അമ്മേ, അനിയൻ എന്തേ ഊണ് കഴിക്കാൻ വരാഞ്ഞത്? എനിക്ക് വിശപ്പില്ലായിരുന്നു എടുത്തിയമ്മേ. നാളെ വിവാഹമല്ലേ, പട്ടിണി കിടക്കരുത്. വരൂ, ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട എടുത്തിയമ്മേ. ഇന്ന് വരെ ഞാൻ പറയുന്നതൊന്നും അനിയൻ കേൾക്കാതിരുന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റും അനിയനോട് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മാധവൻ സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. അദ്ദേഹത്തെ കൊണ്ടത് സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ദുഃഖമേ എനിക്കുള്ളൂ. ഇവളാവുന്നതും പറഞ്ഞു നോക്കി മോനെ. ശങ്കരന്റെ നടിയും കെട്ടി. അമ്മയും ചേട്ടത്തിയമ്മയും ചേട്ടനും എല്ലാം ചേർന്ന് എന്റെ വിവാഹം നടത്തിത്തരുമെന്ന് ഞാൻ ആശിച്ചു. നടന്നില്ല. നാളെ എന്റെ വിവാഹത്തിന് വരാൻ ചേട്ടൻ നിങ്ങളെ അനുവദിക്കുമെന്നും എനിക്കറിയില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വാ മോനെ. അരുതനിയ, ഏടത്തിയമ്മ എന്നെ അനുഗ്രഹിക്കണം. ഏടത്തിയമ്മ എന്റെ ചേച്ചിയാണ്, സ്വന്തം ചേച്ചി. നിനക്കൊരിക്കലും ഒരു കുറവും വരില്ല.
എനിക്ക് അന്ന് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കുഞ്ഞെ. ആ പടി വീണ്ടും അവൻ ചവിട്ടിയിട്ടില്ല. മാധവൻ ആളാകെ മാറി. മനുഷ്യരോടെല്ലാം അവന് വെറുപ്പായി. കഞ്ചാവ് വലിക്കുന്നു, ചാരായം കുടിക്കുന്നു. മുതലെടുക്കാൻ കുറെ ഊഴന്മാർ അവന്റെ പുറകിൽ കൂടി. എന്നും അമ്പലത്തിൽ കുളിച്ചു തൊഴുമായിരുന്ന അവൻ ആ ദിവസത്തിനു ശേഷം അവിടെ കയറിയിട്ടേ ഇല്ല മോളെ. ഇപ്പോഴവന്റെ അമ്പലം ഈ വീടാണ്. ദേവു താമസിച്ചിരുന്ന ഈ വീട്. വല്ലപ്പോഴും കയറി വരും. ഈ തറയിൽ മലർന്നു കിടക്കും. ചിരിക്കും, കരയും, എന്തെല്ലാമോ പറയും, തിരിച്ചു പോകും. എനിക്കൊന്നും അറിയാൻ പാടില്ല. വാജു വച്ചിട്ട് കൊണ്ട ഓജു വച്ചാഞ്ഞം ഇല്ലെങ്കിൽ വാജു തരും അടിച്ച കാണട്ടെ. മാറ്റാ എന്തോന്നാ കാര്യം പറയണ കാര്യം എന്തോന്നാ? എടാ പറയാനാ പറഞ്ഞത്. എന്തോന്നാടാ? കാറ്റ് ആഹാ, പന്തായം വെച്ച കാശ് കൊടുക്കത്തില്ല. കൊടുക്കണ എടാ, കൊടുക്കാനാ പറഞ്ഞത്. നിന്റെ തുണി പറിക്കാൻ കൊടുക്കും. കൊടുക്കണ. ആഹാ, പോക്കറ്റ് പൈസ ഇട്ടോടാ കൊടുക്കാത്തത്. ഉള്ളാവലോടാ നീ. ആഹാ, കാശ് കൊണ്ടുപോകും. ബാക്കി കാശ് പൊക്കടാ. എടാ മോൻ, എടാ പൊക്കടാ. വരവാണല്ലോ. നീ ഏതാടാ ചെക്ക? ചെതുക്കുന്നില്ല. വാതു വാതുവല്ല, പോത്ത. അവനാ കുഞ്ഞമ്മയുടെ ആങ്ങളെയാ. നീ കുഞ്ഞമ്മയുടെ ആങ്ങളെയാണല്ലേ? നീ വലിയ പന്തായക്കാരനാണല്ലോ. വാടാ, നമ്മക്കൊരു പന്തായം വെക്കപ്പ. 5 രൂപ പന്തായം. പക്ഷെ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. സാധിക്കും. അതാ നിന്റെ ചേച്ചിയില്ലേ കുഞ്ഞമ്മ? ഉണ്ട്. ചേച്ചിയെ ഒരു സ്ഥലം വരെ കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ നീ ജയിച്ചു, അല്ലെങ്കിൽ നീ തോറ്റു. ചേച്ചി വാ പോവാം. അത് പന്തയം വെച്ചു. 5 രൂപ. വാ പോവാം. നീ നിന്റെ ഒരു പന്തയം വെക്കുന്നിടത്ത് ഞാൻ എന്തിനാടാ മോനെ വരുന്നത്? അതാത് പറഞ്ഞു. അതാത് വീട്ടില് ചേച്ചിയെ കൊണ്ടുവന്ന 5 രൂപ തതാവുന്നെ. ഏത് തെണ്ടിയാടാ പറഞ്ഞത്? ഇത് കണ്ടോ? 5 രൂപ. അതാത് തന്നതാ. കണ്ണി കണ്ടവരൊക്കെ നീ കാശ് മേടിക്കുന്നുണ്ടല്ലേ? നടക്കടാ, അവനെ കാണിച്ച. വന്നില്ലെങ്കിൽ വീണ്ടും ഈ കത്തിയുമായി പിച്ചാത്തി പരമു ഇവിടെ എത്തും എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അവൾ ഇപ്പൊ ഇങ്ങെത്തും. ഉള്ളു പറയണ്ട നമുക്ക്. കാച്ചുകളെ ഞാൻ കൊടല് കുത്തിയെടുത്തിയ കാക്ക് കിട്ടു കൊടുക്കും. പരമു നുണ പറയൂടാ. ഒന്ന് പൊറുക്ക പരമൂണ്ണാ. പരമു പറഞ്ഞ നേരാണല്ല. അടിയേക്കാളും ശക്തി അശ്ലീലത്തിനുണ്ടല്ലേ? വാസു, ഇതിൽ നിന്നോട് പന്തയം വെച്ച തെണ്ടി ആരാണ്? ഇതാ ആരാണ് പന്തയം വെച്ചല്ലേ? ബുദ്ധി ഉറക്കാത്ത ചെറുക്കനോട് പന്തയം വെച്ച് സൂത്രത്തിൽ എന്നെ ഇവിടെ വരുത്തിയല്ലേ? പക്ഷെ തന്നെ മിടുക്കനാക്കാനൊന്നുമല്ല ഞാനിവിടെ വന്നത്. കുഞ്ഞമ്മയ്ക്കൊരു പട്ടിയും പേടിയില്ലെന്ന് അറിയിക്കാനാണ്. മനസ്സിലായടാ? എടാ വാസു, എറിയടാ അരുവ അവന്റെ മുഖത്ത്. വിളിക്കടാ അവനെ പട്ടിയെന്ന്. പട്ടി. ഒന്നും വിളിക്കട്ടെ ചേച്ചി.
പറ്റി 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 പറ്റിയ വീട്ടിൽ പോ. പറ്റി. എന്തായിടാ നിന്റെ വീരവാദം? ഒരു പട്ടിയുടെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ അവനെ നിൽക്കണം. കുഞ്ഞമ്മയാണ് അല്ലേ? മാധവനാണല്ലേ? ആ വീട്ടിലാരും താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ വീട് ഒഴിയണം. വീട് ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്. എന്റെ ദേവു താമസിച്ച വീട്ടിൽ ആരും താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. മരിച്ചുപോയ ദേവുവിന്റെ ആത്മാവിന് ഞാൻ അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവരെന്നെ അറിയിക്കട്ടെ. അപ്പൊ ഞാൻ ഒഴിയും. എന്നോട് വാശി പിടിക്കുന്ന ആപത്താണ്. ഞാൻ വാശി പിടിക്കല്ല. മരിച്ചുപോയ ഒരാളിനു വേണ്ടി നിങ്ങളാണ് വാശി പിടിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ബുദ്ധി ഉറക്കാത്ത എന്റെ അനിയനു വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അഗതികളാണ്. എനിക്കിവനും ഞാനുമല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ വീട് വാങ്ങിയത്. ഒരു കാലത്ത് നിങ്ങൾ വളരെ നല്ലവനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരു അംശം ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളോട് ആ വീട്ടിൽ നിന്ന് പോകാൻ പറയരുത്. ഇല്ല, അവിടെ ആരും താമസിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. ജീവനോടെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല. നിങ്ങളുടെ ചേട്ടനെ പോലെ വാശി ജയിച്ചേ തീരുമെന്ന് നിർബന്ധം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞങ്ങളെയും കൊന്നോളൂ. വാസു, ഞാൻ പറ്റേ. എങ്ങോട്ടാ രാവിലെ തന്നെ ഒരുങ്ങി പുറപ്പെടുന്നത്? അമ്പലത്തിലേക്ക്. ഇന്ന് അമ്മയുടെ ജന്മനക്ഷത്രമല്ലേ? അമ്പലത്തിലേക്ക് ഇന്ന് പേരല്ലേ ഉള്ളൂ. മാധവനെ കാണാനല്ലേ പോകുന്നത്? എല്ലാ ജന്മനക്ഷത്ര ദിവസവും ഞാൻ അമ്പലത്തിൽ പോവാറുള്ളതല്ലേ ശങ്കര? എല്ലാം എനിക്കറിയാം. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം മാധവൻ നിങ്ങളെ കാണാൻ വരുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി അത് നടപ്പില്ല. ഞാനൊരു അമ്മയല്ലേ ശങ്കര? നിന്നെ പോലെ മാധവനും എന്റെ മോനാണ്. വല്ലപ്പോഴും ഒരു നോക്ക് അവനെ കാണുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റില്ലേ? ഈ കുടുംബത്തിന് അവമാനം വരുത്തി വെച്ചവനല്ലേ അവൻ. നമ്മുടെ പുരയിടത്തിൽ കയറി തേങ്ങ അടിക്കുന്നു, കളപ്പുരയിൽ കയറി ഇഷ്ടം പോലെ നെല്ലെടുത്തു കൊണ്ടുപോകുന്നു. ഈ കഥയൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? അവനും ജീവിക്കണ്ടേ? അറിഞ്ഞു നീ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവനിതൊന്നും ചെയ്യുമായിരുന്നില്ലല്ലോ. എനിക്കറിയാം, നിങ്ങൾ ഇളയമകന്റെ കക്ഷിയല്ലേ. ഒന്ന് പറഞ്ഞേക്കാം, ഇനി അവൻ കളത്തിൽ കയറുകയോ തേങ്ങടിക്കുകയോ ചെയ്താൽ അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ ദൈവമേ. ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ? വഴക്കുണ്ടാക്കി മനസ്സ് വേദനിപ്പിക്കരുത്. നിന്റെ ഉപദേശമൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. അകത്തു പോ. ശങ്കര, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. പിറന്നാളല്ലേ? വഴിപാട് കഴിക്കണം. ഒരു കുന്തവും കഴിക്കണ്ട. അകത്തേക്ക് പോകും. അകത്തേക്ക് പോവാൻ നീ കൂടി അപ്പുറത്ത്. അമ്മയുടെ പിറന്നാളല്ലേ ഇന്ന്? തൊഴാൻ ഇതുവരെ കണ്ടില്ല. കാലത്തോട്ട് ഞാനും അമ്മയെ കാത്തു നിൽക്കാ തിരുമേനി. നട അടയ്ക്കാറായി. എന്താ ഇപ്പൊ വേണ്ടിയേ? അമ്മയുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചേക്ക്. മാധവൻകുട്ടി വന്നോളൂ. ഞാൻ ഈ അമ്പലത്തിൽ കയറില്ലെന്ന് തിരുമേനിക്ക് അറിഞ്ഞൂടെ? ദേവിയോടെ പിണങ്ങിട്ട് എന്താ കാര്യം? അതൊന്നും തിരുമേനിക്ക് മനസ്സിലാകുകയല്ല. തിരുമേനി പുഷ്പാഞ്ജലി കഴിച്ചാൽ മതി.
അമ്മേ, ഇനി ഈ വീട്ടിൽ കാലുകുത്തില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ? ഇപ്പോഴെന്തേ വന്നത്? വീട്ടിൽ കാലുകുത്തിയിട്ടില്ല, മുറ്റത്താ നിൽക്കുന്നത്. അമ്മ വരില്ല. എന്റെ അമ്മ വരും. അമ്മേ, അമ്മേ, കുറന്നാളായിട്ട് അമ്മ എന്താ അമ്പലത്തിൽ വരാതിരുന്നത്? മനസ്സിലായി. ഇതാ പ്രസാദം. അമ്മ ഇവിടെ നിൽക്കണം. നിന്റെ പ്രസാദം ഇവിടെ ആർക്കും വേണ്ട. പ്രസാദം നിങ്ങൾക്കല്ല കൊണ്ടുവന്നത്, അമ്മയ്ക്കാ. ഇതമ്മേ. അമ്മയ്ക്ക് നിന്റെ പ്രസാദം ആവശ്യമില്ല. ഇത് വാങ്ങുമമ്മേ. അകത്തേക്ക് പോവാൻ. ശങ്കര, ഈ തറവാട്ടിലെ കാരണവർ ഞാനാണ്. ഇവിടെയുള്ളവർ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അമ്മ ഇത് വാങ്ങില്ലേ? അമ്മ അകത്തേക്ക് പോവൂ. മാധവ, ക്ഷമിക്കും മോനെ. പ്രസാദം ഇങ്ങി തരൂ, ഞാൻ അമ്മയ്ക്ക് കൊടുത്തേക്കാം. വരട്ടെ ഇടത്തമ്മേ. ശരി. അമ്മേ, അമ്മേ, അമ്മേ. ഇതാ അമ്മേ പ്രസാദം, അനിയൻ തന്നതാ അമ്മേ. മോളെ, കുട്ടികളെ ഊരിപ്പോവാനോ? അതെ അതെ, ആ ചെറുക്കന് കൊന്നെയാ, പറഞ്ഞാൽ തിരിയില്ല. ചേച്ചി, ചേച്ചി, വാതും കൂട്ടിപ്പോട്ടെ. മോനിപ്പോ പഠിക്കാൻ പറ്റില്ലല്ലോ. പറ്റും, പറ്റും. വാതു പതിക്കും, പതിച്ച് ഈ കൂടുതൽ മാത്രം കുട്ടികളെ എല്ലാം ചൂരൽ കൊണ്ട് തൊത്തോം നദിക്കും. ചേച്ചി, വാതു പോട്ടെ. പോകാം മോനെ, കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. വാതു കൂടി പോകും, വാതു കൂടി പോ. ചേച്ചി, ചേച്ചി, വാതുന്ന ചേച്ചി പോലെ അതാ പോന്നൊരു ചേച്ചി. ചേച്ചിയല്ല മോനെ, അതാ കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ ചേച്ചിയാണോ വാതുന്റെ അമ്മ? നമ്മുടെ അമ്മ അങ്ങ് പോയി മോനെ. ഇങ്ങോട്ട് വരുമോ? വരില്ല. വാതുവിന് അമ്മ കാണണോ? വാതുവിന് അമ്മ കാണണോ? വാസുവിന് അമ്മയില്ലാത്ത ദുഃഖം തോന്നുന്നുണ്ടോ? ചേച്ചി മോനെ അമ്മയെ പോലെ നോക്കുന്നില്ലേ? മോന്റെ അമ്മ ചേച്ചിയാണ്. അതെ അതെ, തേത്യവാതുന്റെ അമ്മ, തേത്യവാതുന്റെ അമ്മ, തേത്യവാതുന്റെ അമ്മ, തേത്യവാതുന്റെ അമ്മ. വാതുവിനെ മതി, ചേച്ചി കൂട്ടാൻ പറ്റത്തില്ല. പന്തയം. നിന്റെ ഈ പന്തയം വെക്കലൊന്ന് നിർത്തടാ വാസു. വാതുവിന് വേറെ ഒന്നും അറിയത്തില്ലല്ലോ ചേച്ചി.
ഞാനിന്ന് പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നീ പന്തയം വെക്കാൻ ആളെ തേടിയെങ്കും പോയിക്കളയല്ലേ. ചുക്ക അവിടെ ഉണങ്ങാൻ വെച്ചിരിക്കുക. ആസാനെ ഞമ്മടെ സംഗതി ഓനും അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നേ. അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാതെ നമുക്കൊരു രക്ഷയില്ല. നമ്മളിനി ആരോടൊന്നും ചോദിക്കണ്ട. ചോദിച്ചാ ഒരു മുറിവീടി വരെ നമുക്ക് കിട്ടത്തില്ല. അവളെ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. ഉണ്ടടാ ഉണ്ട് വഴി. കിടക്കുന്ന പെരുവഴി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യതേ. ഏകാന്തതയുടെ യാമങ്ങൾ, മഞ്ഞിൽ മുങ്ങിയ തീരങ്ങൾ, ഇതിലേ വരൂ ഏകയായി സഖിയൻ നിഴലായി വരൂ. നീ വരൂ ഏകാന്തതയുടെ യാമങ്ങൾ, മഞ്ഞിൽ മുങ്ങിയ തീരങ്ങൾ. കാണുന്നതെല്ലാം നിൻ രൂപമല്ലോ, കേൾക്കുന്നതെല്ലാം നിന്നാദമല്ലോ. കാണുന്നതെല്ലാം നിൻ രൂപമല്ലോ, കേൾക്കുന്നതെല്ലാം നിന്നാദമല്ലോ. നിൻമിഴികൾ നിൻ ചൊടികൾ, നിൻ ചൊടികൾ ഇരുളിൽ വിരിയിൽ തെളിയുകയല്ലോ. ഏകാന്തതയുടെ യാമങ്ങൾ, മഞ്ഞിൽ മുങ്ങിയ തീരങ്ങൾ. മുന്നിലെങ്ങും നിൻ നൃത്തമേള, എൻ ചിന്ത തോറും നിൻ മുഗ്ധഭാവം. എൻ മുന്നിലെങ്ങും നിൻ നൃത്തമേള, എൻ ചിന്ത തോറും നിൻ മുഗ്ധഭാവം. നിൻ ചിരികൾ നിൻ മൊഴികൾ, നിൻ ചിരികൾ നിൻ മൊഴികൾ കരളിലലകൾ തീർക്കുകയല്ലോ. ഏകാന്തതയുടെ യാമങ്ങൾ, മഞ്ഞിൽ മുങ്ങിയ തീരങ്ങൾ, ഇതിലേ വരൂ
തിരയായി സഖിയൻ നിഴലായി വരൂ നീ വരൂ ഏകാന്തതയുടെ യാമങ്ങൾ മഞ്ഞിൽ മുങ്ങിയ തീരങ്ങൾ. കഞ്ചാവടിച്ച് കെറുകയിരിക്കുക. ഇതാണ് പറ്റിയ അവസരം. ഞാൻ ശരിയാക്കി തരാം. മാധവേട്ടാ, എന്റെ ദേവുവിനെ കണ്ടോ? എടാ, എന്റെ ദേവുവിനെ കണ്ടോ? ഇല്ല മാധവേട്ടാ, ഞങ്ങളുടെ ചങ്ക് പൊട്ടുന്നു. മാധവേട്ടന്റെ ദേവു താമസിക്കുന്ന വീട്ടിൽ മറ്റൊരു പെണ്ണ് വന്ന് താമസിക്കുന്നു. ഞങ്ങൾക്ക് താങ്ങാൻ ഒക്കുന്നില്ല മാധവേട്ടാ. അല്ലേടാ? എന്റെ ദേവു താമസിക്കുന്ന വീട്ടിൽ മറ്റാരും താമസിക്കാൻ പാടില്ല. പെരയ്ക്ക് തീ വെച്ച് അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം. അതെ അതെ, തീവെക്കണം. കൊലച്ചത് ചെയ്തു കളഞ്ഞല്ലോ. മോളെ വാ, എന്റെ പുരയിലേക്ക് പോകാം. വാ മോളെ, ഞാനല്ലേ വിളിക്കുന്നത്. ചേച്ചി അതൊക്കെ വന്നു. വാ മോളെ, നീ ഇങ്ങനെ നോക്കി നിന്നിട്ട് നീ എന്ത് ചെയ്യാന്? വാ. വേണ്ട പാറുമായി, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എടാ അയ്യപ്പാ, തീ കത്തിച്ചതേ മാധവന്റെ ആൾക്കാരാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ആരോടും പറയണ്ട കേട്ടോ. ഞാൻ ആരോടും പറയില്ല. കുഞ്ഞമ്മേ, 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 നീ എങ്ങോട്ടാ മോളെ പോകുന്നത്? എവിടെങ്കിലും താമസിക്കണ്ടേ പാറുമായി? മോൾ എന്റെ പുരയിൽ വന്ന് താമസിച്ചു. വേണ്ട പാറുമായി, പതുക്കെ ഇറങ്ങും മോനെ, പതുക്കെ. നല്ലൊരു പെണ്ണായിരുന്നു. മുടിയാനായിട്ട് ആ കാലമാടന്മാര് അതിനെ വഴിയാധാരമാക്കി. മോനെ, ഈ കല്ലും കൂടെ എടുക്ക്. വെച്ചക്കുന്നു തെറ്റി. ഇപ്പൊ കാപ്പി ഉണ്ടാക്കി തരാം. ഉമ്മിക്കഴി ആ മാവിന്നൊരു മാവില കുറച്ചു.
നീ? അതെ, ഞാൻ തന്നെ. എന്തിനോട് വന്നു? പോകാൻ വേറെ ഇടയില്ലാത്തതുകൊണ്ട്. പോകാൻ ഇടമില്ലാത്തവർക്കെല്ലാം പൊറുക്കാനുള്ളതല്ല എന്റെ വീട്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. നിങ്ങൾ കത്തിച്ച എന്റെ പുര ആദ്യം കെട്ടിത്തരണം, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ഞാനാ നിന്റെ വീട് കത്തിച്ചെങ്കിൽ നീ പോയി പോലീസിനോട് പറയണം. പോലീസോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് അല്ലല്ലോ കത്തിച്ചത്. നീ ഇവിടുന്ന് ഇറങ്ങില്ലല്ലേ? ഇവിടെ തന്നെ താമസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്റെ വീട് കെട്ടിത്തന്നാ ഞാൻ പോയേക്കാം. വാശി പിടിക്കുകയാണോ? വാശിയല്ല, എന്റെ ആവശ്യം പറഞ്ഞതാണ്. അധ്വാനിച്ച് ഓരോ ചില്ലിക്കാശും കരുതി വെച്ച് ഞാൻ ആകെ നേടിയ സമ്പാദ്യമാണ് ആ വീട്. എനിക്ക് വേണ്ടിയല്ല, എന്റെ അനിയന് വേണ്ടി. ഒരു നിമിഷം കൊണ്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം ചുട്ടുകരിച്ചു. അനാഥരായി ഞങ്ങളെ കൂടുതൽ അനാഥരാക്കി. പറയൂ, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചേച്ചി വെച്ചക്കുന്നു. പാതുവിന് ചേട്ടന്റെ വീട് വലിയ ഇഷ്ടമായി. അതോട്ട് വരട്ടെ. വാസു, ഇത് കഞ്ഞി. കഞ്ഞി കുതി. കുജത്തെങ്കിലും കുതി. വേണ്ട. ഈ പാവത്തിനെ വഴിയാധാരമാക്കിയതിനെങ്കിലും നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നില്ലേ? വാസു, അവിടെ ഇരുന്ന് കഞ്ഞുകൂടി. കൈവെന്ത് പോയി ചേച്ചി, കൈവെന്ത് പോയി. നീ ആരോട് ചോദിച്ചാടാ തേങ്ങടിക്കുന്നത്? തറവാട്ടിലെ സ്വത്തിന് എനിക്കും അവകാശമുണ്ട്. ഞാനാണ് ഇവിടുത്തെ കാരണവർ. കാരണൊരു സാധനം തറവാട്ടി വെച്ചാൽ മതി, ഇവിടെ വേണ്ട. ഇതെന്ത് പറ്റി? ഓടി അവിടുന്ന്. നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? കൂട്ടുകാരായിട്ട് കുറെ വായി നോക്കികളുണ്ടായിരുന്നു. ഒന്നിന്റെയും പൊടി പോലും കാണുന്നില്ല. നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോയേക്കാം, എനിക്കെന്തോ. നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ തല്ലും മേടിച്ചുകൊണ്ട് നടക്കും. സഹായിക്കാൻ വരുമ്പോ വലിയ സ്റ്റൈല്. അമ്മേ, ഇത് കണ്ടോ? നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? എന്താ ശങ്കര ഇത്? ഇളയമോൻ തന്ന സമ്മാനം. ലാളിച്ചു വളർത്തിയതല്ലേ, കണ്ടു സന്തോഷിക്കും. മാധവന് വല്ലതും പറ്റിയ ശങ്കര? ഇപ്പോഴും നിങ്ങളുടെ ചിന്ത അതാണ്. ഇളയവൻ നിങ്ങളുടെ ഓമന, ഞാനൊന്നും കൊള്ളാത്തവൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. ഒരുമയോടെ കഴിയുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതി. അത് കണ്ട് നിങ്ങളുടെ കണ്ണടയില്ല. എന്താ ഇത്? പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്തെല്ലാം അനാവശ്യങ്ങളാണ് സുഖമില്ലാത്ത അമ്മയോട് സംസാരിക്കുന്നത്? അവൻ സംസാരിക്കട്ടെ മോളെ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഒന്നും നിങ്ങൾ മനസ്സിലായിക്കോളി. അവന്റെ അവസാന കാലം അടുത്തു. അതിനുവേണ്ടി ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്ക് ദുഃഖമില്ല. അമ്മേ, അമ്മേ, എന്റെ മാധവനെ അവൻ എന്തെങ്കിലും ചെയ്യുമോ മോളെ? ഒരു ദേഷ്യത്തിന് എന്തെല്ലാമോ പറഞ്ഞതല്ലേ അമ്മേ, ഇത്രയും കാര്യമാക്കാനുണ്ടോ? അവൻ വാശിക്കാരന്, പറഞ്ഞതുപോലെ ചെയ്യും. എനിക്ക് പേടിയാവുന്നു. അമ്മേ, ധൈര്യമായിരിക്കൂ. വരൂ അമ്മേ, അകത്ത് പോയി കിടക്കാം. എടീ കുഞ്ഞമ്മേ,
നീ നാട്ടിൽ കണ്ടുപോരുത്. ഈ പണം എടുത്തോണ്ട് ഇറങ്ങിക്കും. ഇതിനാണോ കയ്യേറ്റം നടത്തി തേങ്ങ പൊറിപ്പിച്ചത്? നീ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദേവു താമസിച്ചിരുന്ന പുരയുടെയും പറമ്പിന്റെ പണമാ അത്. എടുക്ക്, ഇറങ്ങിവിടുന്നു. വീട്ടിന്റെ വിലയായിരിക്കും. വിൽക്കണോ വേണ്ടയോ എന്ന് ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? ഇനി എന്നോട് മത്സരിക്കാൻ വന്നാൽ ഫലം വേറെ ആയിരിക്കും. കത്തിച്ച പുര ആദ്യം കട്ടിത്തരിക. എന്റെ വില ഞാൻ അന്ന് പറയാം. പിന്നെ ഒഴിയണോ വേണ്ടയോ എന്ന് അപ്പൊ തീരുമാനിക്കാം. ചേച്ചിനെ അടിക്കാതെ മധുവെത്ത വേണമെങ്കിൽ വാതുവിനെ അയച്ചോ. വാസു, ആ കാശ് കൊണ്ടുപോയി അയാളുടെ കൈ കൊടുക്കും. വാതുവിനെ അടിക്കുമോ ചേച്ചി? കൊണ്ട് കൊടുക്കണ. ഇവിടെ ചേച്ചിയോടുള്ള ദേഷ്യം ബാധുവിനോട് കാത്തെന്താ മതെത്ത ബാധു പോട്ടെ. പോ. വരി നമുക്ക് നോക്കാം. വഴിയൊന്ന് മാറണമല്ലോ. വഴിവിട്. എന്തിനാണോ ആവോ? മാധവേട്ടനെ കാണാൻ. നിങ്ങളുടെ മാധവേട്ടനെ കൊല്ലാൻ ആളുകൾ വന്നപ്പോ തടിതപ്പി ഓടിയത് ഞാൻ കണ്ടതല്ലേ? എല്ലാം കൂടെ മിഴിച്ചു നിൽക്കുന്നു. ചക്കാത്തിന് ചോറുണ്ണാനും ആ മനുഷ്യന്റെ പേരും പറഞ്ഞ് നാട്ടിലാകെ റൗഡീസം കാണിക്കാനും നടക്കുക അല്ലേ? ഓളോടെ കിന്നാരം പറയേണ്ട ആവശ്യം ഞമ്മക്കില്ല. നിങ്ങൾ വരി. ഈ ഉമ്മറും തൽക്കാലം എന്റെ സ്ഥലമാണ്. ഇത് താണ്ടി അകത്തേക്ക് പോകാൻ പറ്റില്ല. ഞമ്മൾ പോകും. പിന്നെ ചിലപ്പോ കാലൊഴിഞ്ഞൊന്നും വരും. ഇവിടെ ആര് വരണം വരാതിരിക്കണം തീരുമാനിക്കേണ്ടത് ഞാനാ. വരികടാ. നാട് ഭരിക്കും കുഞ്ഞമ്മ, നാടൻ കേട്ട കുഞ്ഞമ്മ, കുഞ്ഞമ്മ കുഞ്ഞമ്മ കുഞ്ഞുഞ്ഞമ്മ കുഞ്ഞമ്മ. അതെ അതെ, തല്ലി ഇറക്കണം. നല്ല കത്തുന്ന സാധനമാണ്. അല്ല, ഒന്നാന്തരം കരിമീനുണ്ട്. ഏവൺ കഞ്ചാവിടിയുണ്ട്. മാധവേട്ടൻ കുറച്ച് അടിച്ചിട്ട് ഇതാ അടിച്ചിട്ട് അയ്യോ, തമാശ ആണെങ്കിലും നല്ല വേദന. പപ്പടമാക്ക് പാട്ടു കണ്ടു കൊടുത്ത നല്ല മാധുവെത്താൻ നല്ല അതി കൊത്തു. ആരോട് എങ്ങനെ പകരം വിടണമെന്ന് മാധവൻ അറിയാം. അതിനൊരു കുഞ്ഞമ്മയുടെ സഹായം ആവശ്യമില്ല. മനസ്സിലായോ? എഴുന്നേക്ക്, എഴുന്നേക്കെന്ന്.
ശങ്കര, നിന്റെ പിടിവാശി കളഞ്ഞ് എന്റെ മാധവനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവാ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. അമ്മ പറയുന്നത് കേട്ടില്ലേ? മാധവനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാമോ? അമ്മയുടെ ആഗ്രഹമല്ലേ? അമ്മയ്ക്ക് വേണ്ടി വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം മാധവനെ ഈ വീട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അമ്മേ, ഈ മരുന്നൊന്ന് കഴിക്കമ്മേ. എന്റെ മോനെന്തേ നേരം പുലരട്ടെ. എന്റെ മാധവനെ എനിക്ക് കാണാൻ പറ്റും. നേരം പുലരട്ടെ, അനിയനെ ആളയക്കാം. മോളെ, മോള് വിഷമിക്കണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ പാറുമായി, ഇന്നെന്താ അത്ര നേരത്തെ? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ. മാധവന്റെ അമ്മ ചാവാൻ കിടക്കുക. അവരുടെ അവസാനത്തെ ആഗ്രഹമാ അവനെ ഒന്ന് കാണണമെന്ന്. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്തിനാ തള്ളെ വിളിച്ചു പോകുന്നത്? എന്ത് വേണം? നിന്റെ അമ്മയ്ക്ക് സോക്കേട് കൂടുതലാ, നിന്നെ ഒന്ന് കാണണമെന്ന്. ഒന്ന് വേഗം വാ മാധവ, മരിക്കാറായി കിടക്കുക. ഞാൻ ആ വീട്ടിൽ കാലുകുത്തില്ലെന്ന് ശബ്ദം ചെയ്തിട്ട് ഇറങ്ങി വന്നവനാ. ഞാൻ വരില്ല. വാശി പിടിക്കല്ലേ മോനെ, പെറ്റതള്ളയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പാറുമായി പോണം. പാറുമായി, പ്രസവിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ മക്കളെ വേണം പ്രസവിക്കാൻ. അമ്മ മരിക്കാൻ കിടക്കുന്നു, വീട്ടിൽ കയറില്ല എന്നുള്ള വാശി മുറുകെ പിടിച്ച് ഇവിടെ നിൽക്കുന്നു. ആ ദേഷ്യപ്പെടണ്ട. മനുഷ്യരായ ചില കടമകളൊന്നും മറക്കരുത്. മരിച്ചുപോയ ദേവുവിനെ ഓർത്ത് ഇപ്പോഴും നിങ്ങൾ കരയുന്നുണ്ടല്ലോ. മരിക്കാൻ കിടക്കുന്ന അമ്മയെ കാണാൻ മനസ്സില്ല അല്ലേ? എന്നെ പഠിപ്പിക്കാൻ നീ ആരടി? പഠിപ്പിക്കുകയല്ല, മറന്നുപോയ നിങ്ങളിലെ മനുഷ്യത്വം ഉണരുമോ നോക്കിയതാണ്. അവനെങ്ങോട്ടാ മോളെ പോകുന്നത്? അമ്മയെ കാണാൻ. ഞാനും പോട്ടെ. അവനങ്ങ് ചെല്ലുന്നതിന് മുൻപേ എനിക്കങ്ങ് ചെല്ലണം. അമ്മേ, 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 അമ്മേ.
പദ പന പന പദ പന പദ. പുസ്തകം മാധുവേട്ടൻ തന്ന. മാധുവിനെ പഠിപ്പിക്കുകയും ചെയ്തു. കേട്ടോ ചേച്ചി? പദ പന പദ പന. ശരിയാണോ ചേച്ചി? ശരിയാണ് മോനെ. പദ. വീട് കെട്ടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോവാം. ഔദാര്യത്തിന് നന്ദി. ഞങ്ങൾ ഉടനെ പൊയ്ക്കൊള്ളാം. മജേട്ടാ മജേട്ടാ, ഇത് നല്ല തുകം. ഇവിടുന്ന് പോന്നോ? വാസു, ഇവിടുന്ന് പോയാലും മാധുവേട്ടനെ ഇവിടെ വന്ന് കണ്ടോട്ടെ. പിന്നെ വന്നു അടിയുണ്ടാക്കാൻ. എടാ മടയാ, ഇതുകൊണ്ട് അടിയുണ്ടാക്കാൻ വന്നതല്ല. മാധവേട്ടൻ പറഞ്ഞു നിനക്ക് തരാൻ. പറ്റെല്ലാം തന്നു കഴിഞ്ഞല്ലോ. പറ്റിനല്ല, പറ്റിക്കാൻ. മാധവേട്ടൻ പറഞ്ഞു നിന്റെ കൈ ഇരിക്കട്ടെന്ന്. മാധവേട്ടൻ വളരെ നല്ലവനാണ് കേട്ടോ. മാധവേട്ടനെ തന്നെ വലിയ ഇഷ്ടമാ. പിന്നെ പീടിക ഒന്ന് വലുതാക്കണമെങ്കിൽ ഞാൻ മാധവേട്ടനോട് പറഞ്ഞ് 10,000 or 1,000 വാങ്ങിച്ചു തരാം. അയ്യോ, വാങ്ങി തന്നെ വളരെ ഉപകാരമായിരുന്നു. കുഞ്ഞും ഇപ്പൊ പറ്റു വെക്കാറില്ല അയ്യപ്പ? ഉണ്ടല്ലോ, രാവിലെയും രാത്രിയും ദോശയോ വെള്ളയപ്പമോ വാങ്ങും, കട്ടൻ കാപ്പിയും, ഇടയ്ക്കിടയ്ക്ക് ചായയും. ദോഷം പറയരുതല്ലോ, കൃത്യമായിട്ട് കാശും തരും കേട്ടോ. ഇന്നത്തെ പതിവ് കൊടുത്തോ? ഇല്ല, കൊണ്ടുപോയി കൊടുക്കണം. അയ്യപ്പ, ഓ, കടുങ്കാപ്പിയിലെ ഇതൊന്ന് ചേർത്തേരെ. അയ്യോ കൊള്ളണോ? മാധവേട്ടൊരു പൂതി, കറുപ്പ ഉറക്കമരുന്ന്. കുഞ്ഞമ്മേ, എന്താ? കാപ്പി. പാത്രം ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.
കുഞ്ഞമ്മേ ഇച്ചിരി തീരാ കുഞ്ഞമ്മേ. കുഞ്ഞ എന്റെ ഗുരുവായൂരപ്പ, ഇത് നാട്ടുകാർ കണ്ട കുറച്ചിലാണല്ലോ. ഇത് ആരോടൊന്ന് പറയും? ആ, അയ്യപ്പൻ ഉണർന്നതാണ്. അയ്യപ്പ, അയ്യപ്പ നീ എന്താ പറയുമായി കാലത്ത് തന്നെ മാധവനും കൂടെ. നേരോ അങ്ങനെയാണോ? എടാ അരിമോനെ, അവിടെ നിന്നേടാ. ആ എടി പെണ്ണുങ്ങളെ, എടി പെണ്ണുങ്ങളെ, നിങ്ങളിങ്ങോട്ട് ഓടിവാ, ഓടി വന്നേ. കുഞ്ഞുങ്ങൾ കാര്യം പറഞ്ഞു, നമ്മളെ മാധവനും കുഞ്ഞമ്മ. കുഞ്ഞമ്മയാണ് സത്യം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. മാവേട്ടൻ പറഞ്ഞിട്ടാ ഇത്തിരി കറുപ്പ് ചേർത്തത്. അച്ഛൻ എന്തിനാണ് തൂക്കുമേടയിലേക്ക് പോകുന്നതെന്ന് അറിയാമല്ലോ. അച്ഛൻ കാത്ത മാനം എന്റെ മോളൊരിക്കലും നശിപ്പിക്കരുത്. എന്ത് വേണം? എന്റെ മാനം രക്ഷിക്കണം. നിങ്ങൾ മറ്റെന്തെല്ലാമോ ആയിരിക്കാം, പക്ഷെ ഒരു ചതിയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. മുഖത്ത്
പറയൂ, ചതിച്ചിട്ടില്ലേ? ഞാൻ ചതിച്ചിട്ടില്ല. അപ്പൊ ഇന്നലെ രാത്രി എന്റെ ദേവുവാണെന്ന് വിചാരിച്ച് കട്ടൻ കാപ്പിയിൽ കറുപ്പ് കലക്കാൻ അയ്യപ്പനോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യപ്പനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ചോദിക്കണം. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്തു ആവട്ടെ, ഇന്നെന്റെ വിവാഹമാണ്. വരൻ നിങ്ങളാണ്. സാധ്യമല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് വിവാഹമേ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം, പക്ഷെ എന്റെ ജീവിതത്തിൽ അത് ഉണ്ടായേ പറ്റൂ. നിങ്ങൾ ഇന്നൊരു പുതിയ മനുഷ്യനാണെങ്കിൽ, ആത്മാവിൽ എവിടെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടണം. വിവാഹം കഴിഞ്ഞ് എന്റെ കന്യകത്വം നഷ്ടപ്പെടാവുന്ന നിർബന്ധം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അതെനിക്ക് നഷ്ടപ്പെടുത്തി. വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യയായി കഴിയാനല്ല, നിങ്ങളുടെ തെറ്റിൽ നിന്നും ഞാനൊരു അമ്മയാവുകയാണെങ്കിൽ അച്ഛൻ ആരെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കൊരു ഉത്തരം വേണം. ഇതെന്റെ കഴുത്തിൽ കെട്ടു. കെട്ടാനാ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടണം. രണ്ടിലൊന്നും നടക്കാതെ ഞാൻ ഇവിടെ ഇറങ്ങില്ല. വിവാഹം കഴിഞ്ഞു. സദ്യ വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്ക് കേൾപ്പില്ല. പടവാസു നന്നായി പോയടാ മോനെ, നന്നായി പോയി. നല്ല മിടുക്കി പെണ്ണ. എടാ മക്കളെ, ചായ സൽക്കാരം പാർവമ്മയുടെ വക. എല്ലാരും അയ്യപ്പനാരുടെ കടയിലേക്ക് പോയി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോടാ ശങ്കുവേ. അവള് കേറി മാധവേട്ടന്റെ അച്ഛനായി. തെറ്റിപ്പോയി, അച്ഛയായി. തോൽക്കാനായി ജനിച്ചവരാ പരമണ്ണ നമ്മള്. അങ്ങനെ ഒന്ന് വിട്ടാലൊക്കുമോ? എങ്ങനെയെങ്കിലും ജയിച്ചു തന്നെ ആവണം. ആ മോള് അവിടെ പോയി കളിച്ചോളൂ. ആ കളിച്ചോളൂ മോളെ, വീടല്ലേ. നമ്മുടെ മാധവൻകുട്ടിയെ കുഞ്ഞിട്ടേക്ക് താലി കെട്ടി. അതെയോ? ആ പാറുമായി ഇപ്പോൾ അത് അവിടെ പോയി പറയാൻ പോവണ്ട, കിടന്ന് തുള്ളാൻ തുടങ്ങും. അത് കൊള്ളാം. ഞാൻ ആരോടെങ്കിലും പറയുവോ? ശങ്കരപ്പള്ളി, അയ്യോ നമസ്കാരം. നമസ്തേ. വെള്ളിയാഴ്ച അമ്പലത്തിലെ ഉത്സവമാണ്. ശങ്കരൻ നായർ സഹായിക്കണം. എനിക്കതിനൊന്നും സമയമില്ല. എല്ലാ കൊല്ലവും ഉത്സവത്തിന് അമ്മ 20 പറ നെല്ലും 501 രൂപയും തരാറുണ്ടായിരുന്നു. അമ്മ മരിച്ചു, ഞാൻ ദാനം കൊടുക്കലും നിർത്തി. പറയുന്നത് ഒന്ന് കേൾക്കണം. ഒന്നും പറയണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായി അമ്മ ചെയ്യുന്ന കാര്യം മുടക്കരുത്, കൊടുക്കണം. തറവാട് ഭരിക്കലില്ല ഭാര്യയുടെ ജോലി, അടുക്കള ഭരിക്കല. അപ്പുറത്ത് വരൂ പാറുമായി. അപ്പൊ ഞങ്ങള് വെറുതെ വന്നിട്ട് കാര്യമില്ല, പോയിക്കോളി. ശരി, വരൂ, നമുക്ക് പോവാം. എന്നാലും കഷ്ടമായി പോയി മോനെ. നിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴേ എല്ലാ കൊല്ലം അമ്പലത്തിൽ കൊടുക്കാറുള്ള പിരിവേ ഇക്കൊല്ലം ശങ്കരൻ കൊടുത്തില്ല. മാത്രമല്ല പിരിവിന് വന്നവരെ അപമാനിച്ചയക്കുകയും ചെയ്തു. പാറുമ്മ അമ്പലത്തിൽ ചെന്ന് ഉടനെ ആളേക്ക് നെല്ലും പണവും ഞാൻ കൊടുക്കും. ചേട്ടൻ എവിടെ ഏട്ടത്തിയമ്മേ? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. അമ്പലത്തിലേക്ക് പതിവായിട്ട് കൊടുക്കാറുള്ള പിരിവ് കൊടുത്തില്ലല്ലേ? ഇല്ല.
ഏട്ടൻ ചെയ്തത് ശരിയാണോ ഏട്ടത്തിയമ്മേ? അല്ല നീയ. പത്തായത്തിന്റെ താക്കോൽ എവിടെ? കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട അനിയ. ഇവിടുത്തെ കാരണവന്മാരും എന്റെ അമ്മയും ചെയ്തിരുന്ന കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. താക്കോല് വരും. താക്കോല് വരാൻ. ചോദിച്ചാൽ ഏട്ടത്തിയമ്മ തന്നു എന്ന് പറയണ്ട, മാധവൻ തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞാൽ മതി. വരികടാ. ഈശ്വര, ഇപ്പോഴെങ്ങാനും അദ്ദേഹം വന്നാൽ എന്റെ ദേവി. അവനെ വെറുതെ വിടാൻ പാടില്ല. വീട്ടിൽ കയറിയും അവൻ അതിക്രമം കാണിക്കാൻ തുടങ്ങി. ഇത് തുടർന്നാൽ ഈ കുടുംബം നശിക്കും. നേരാണ്, മാധവൻ ചെയ്ത് കടന്ന കൈയായി പോയി. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോയി മാധവൻകുട്ടിയെ വെട്ടി നുറുക്കിയിട്ട് വരാം. അത് ആപത്താണ്. നാട്ടുകാർ മാധവന്റെ ഭാഗത്താണ്. എനിക്ക് അവമാനം വരുത്തി വെച്ച അവൻ ഇനി ജീവിക്കാൻ പാടില്ല. നല്ല തത്തമ്മനോ തല്ലെങ്കിൽ പാത്തു വച്ചിക്കും. അയ്യ ഇത് കണ്ടോ ചേച്ചി? ബാജു ഉണ്ടാക്കിയതാ. നന്നായിരിക്കുന്നു, മിടുക്കൻ. ചേച്ചി എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. എന്നോ ചേച്ചി? മോനൊരു ഉടുപ്പും നിക്കരും. ഉത്സവത്തിന് പോകുമ്പോ ഇടാനാ. ബാജുന് ഇഷ്ടമായി. ചേച്ചിക്ക് കൂപ്പാനുണ്ട്. ചേച്ചി പിന്നെ വാങ്ങിക്കൊള്ളാം മോനെ. ബാജു ഇപ്പൊ ഇടട്ടെ? ഇപ്പൊ വേണ്ട, ഉത്സവത്തിന് പോകുമ്പോ ഇടാം. നല്ല മോനല്ലേ, നല്ല മോനല്ലേ. ഇപ്പൊ കൊടുക്കണ്ട. ചേച്ചി പഴവും അവലും ശർക്കരയും ഒക്കെ ഉണ്ടാക്കി തരും. തരണം. തരാം. എന്താടാ? സാരമില്ല, നീ വെക്കോ. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. നിന്നെ ഈ നാട്ടിൽ ആരും അറിയില്ല. ഉത്സവത്തിനിടയിൽ മാധവന്റെ കാര്യം തീർത്ത് സ്ഥലം വിട്ടു. മാധവ, ഞാൻ നിന്റെ ചേട്ടനാണ്. ഓർമ്മയുണ്ടല്ലേ? നാം തമ്മിലുള്ള ഇടപാട് നമ്മൾ തമ്മിൽ തീർക്കുന്നല്ലേ നല്ലത്. അതിന് അന്യരുടെ സഹായം ആവശ്യമുണ്ടോ? മാധവ, എന്നെ നിങ്ങൾക്ക് കൊല്ലണമല്ലേ? എന്റെ ദേവുവിനെ നിങ്ങൾ കൊന്ന അതേ ദിവസം ഞാൻ നിങ്ങളെ കൊല്ലേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല. നിങ്ങളെ ഓർത്തല്ല, എന്റെ അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ഏട്ടത്തി അമ്മയെ ഓർത്ത്.
അവരുടെ കുഞ്ഞിന് അച്ഛനില്ലാതായിരുന്നോർത്ത്. മാധവ, ഞാൻ ഇല്ല, ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കണം. മാധവ, പേടിയുണ്ടല്ലേ? ശങ്കരൻ നായർ മരിക്കണ്ട. ഇനിയും തറവാട് ഭരിക്കണ്ടേ? കാരണവരല്ലേ? തെളിവില്ലാതെ ആളെ കൊല്ലാൻ നിങ്ങൾ മിടുക്കനാണല്ലോ. കൂലിക്ക് ആളെ വിളിക്കണ്ട. എന്റെ മരണം എന്റെ ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ. എന്നെ കൊല്ലണം. ഒരു കാലത്ത് നിങ്ങളെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നത് എന്നെ ഈ നിലയിലാക്കി നിങ്ങളല്ലേ. എനിക്ക് ജീവിച്ചത് മതി. എന്നെ കൊല്ലൂ. എന്നോട് ക്ഷമിക്കൂ അനിയ, ക്ഷമിക്കൂ അനിയ. എങ്ങോട്ടാ പാത്തു? നീ അവിടെ നിന്ന് നിക്കടാ. നീ എന്തുവാ ഈ വായുകുളിയും മേടിക്കാൻ ഓടുന്നത് പോലെ ഓടുന്നത്? വീട്ടിലേക്കാ. എടാ മടയാ, മാധവേട്ടൻ പറയരുത്, അളിയൻ. തന്നെ. ആ, ഇതെല്ലാം മാധവേട്ടന് കൊടുക്കാൻ വേണ്ടി ചേച്ചി മേടിച്ചു തന്നതാണോ? അല്ല, ചേച്ചി ബാജുന് വാങ്ങി തന്നതാ. എടാ അമ്മയ്ക്കൊരു പഴം താടാ. അത് പോട്ടെ. ചെറുക്കന് പുത്തിയില്ലെങ്കിലും വിളഞ്ഞ വിത്താ. പാറമ്മയുടെ അടുത്ത് നിന്റെ വേലയൊന്നും നടക്കത്തില്ല. ഈ പഴം മാധവന് തന്നെ. എടാ ഗോപാല, അവിടെ നിന്ന് നിന്നേ. അതിയാ ആരാടാ? ബാജു ആദ്യ. അളിയനും ബാജു അങ്ങോട്ട് വരട്ടെ. ഇത് താജാന കൊണ്ടുപോടാ. കാഴ്ച കൊണ്ടുവന്നിരിക്കുന്നു. അദ്യൻ ഇത് തിന്നോ? ബാസു എന്നെ അളിയാന്ന് വിളിക്കരുത്. ഇനി വിളിക്കോ? എന്താ അദ്യ? വിളിക്കരുത്. മുതുക്കെ തിന്നണം. കഴിക്കാം. ഇതാ പഴം, അവൽ, തക്ക എല്ലാമായിട്ടുണ്ട്. അതിന് തേച്ച് 10 കുപ്പായം വാങ്ങി തന്നിട്ടുണ്ട്. ഉത്തരത്തിന് പോകുമ്പോ ഇതാണ് ആദ്യ. മാറ്റത്തെ ഉത്തരത്തിന് പോകുമ്പോ അതിനൊരു പന്ത് വാങ്ങി തരുമോ? വാങ്ങിത്തരാം. പോത്തല്ല അളിയാന്ന് വിളിക്കരുത്. ഇത് മുതുക്കെ തിന്നണം. ആന പെട്ടതൊരാട്
toteto, watune totan ketolla, kindandam, 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 kedo kindandam, ana petta dorad, adina torchele. മാധവന്റെ വീട്ടിൽ പോയിട്ട് വന്നില്ലയോ? മാധവന്റെ വീട്ടിലോ? അവൻ അങ്ങോട്ടൊന്നും പോവില്ലല്ലോ. ഞാൻ കണ്ടല്ലേ അവൻ അങ്ങോട്ട് പോകുന്നത്. എന്നോട് പറഞ്ഞിട്ടാ അവൻ അങ്ങോട്ട് പോയത്. ആ മാധവനെ അല്ലേലും നിന്നോട് കറുവാ പിടിച്ചു നിർത്താൻ നീ താലി കെട്ടിച്ചില്ലേ? നിന്നോടുള്ള ദേഷ്യവും കാണും ആ ചെറുക്കനോട് തീർക്കുമോ? വേറൊരു പന്തായം 5 രൂപ. വാസുന് നീന്തറിയാവോ? ഇക്കരെ നിന്ന് അക്കരെ പോയി തിരിച്ചു വന്നാൽ 5 രൂപ. അയ്യോ, ബാദുന് പുഴയിലെങ്ങാൻ പേടിയാ. അപ്പം ബാസു 5 രൂപയുടെ പന്തായം തോറ്റു. പന്തയം വെച്ചോ? പന്തയം വെച്ചു. നിങ്ങൾ എല്ലാവരും കേട്ടത് വെച്ചോണ്ട് പാത്തു മുങ്ങിപ്പോ. ഏയ്, വെള്ളമേ ഇല്ല. അര വരേ ഉള്ളൂ. അക്കരെ പോയി തിരിച്ച് നടന്നു വന്നാ മതി. ഇത് വെച്ചോ നന്ദി പോം. മാത്തു തിരിച്ചു വരുമ്പോ 6 രൂപ തന്നെ. കാറുമായി തല കുളിക്കില്ലേ? ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ഭയങ്കര പല്ലുവേദനയാ. ഇനി വാഴമുണ്ടോ? ഇല്ലടാ മടയാ, നീ പൊക്കോ. അയ്യോ മോളെ, അത് നമ്മുടെ വാസുവല്ലേ?
മോനെ വാസു, മോനെ എന്ത് പറ്റിയടാ മോനെ? മക്കളെ വാസു, കണ്ണു തുറക്കടാ. അയ്യോ മോനെ വാസു, കണ്ണു തുറക്കടാ. വാസു, 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 പാത്തു അതെ പോത്തു പോത്തു വാസു, മോനെ വാസു, മഹാവി അല്ലേലും നിന്നോട് കറുവാ പിടിച്ചു നിർത്തി നീ താലി കെട്ടിച്ചില്ലേ? നിന്നോടുള്ള ദേഷ്യവും കാണുക ചെറുക്കനോട് തീർക്കുമോ എന്തോ. പകരം വീട്ടാൻ ബുദ്ധി ഉറക്കാത്ത എന്റെ അനിയനെ കിട്ടിയുള്ളൂ അല്ലേ? എന്നെ കൊല്ലാമായിരുന്നില്ലേ? അവനോട് എന്തിനീ കടുങ്ങ ചെയ്തു? നിങ്ങൾ മനുഷ്യനെ അല്ല, മൃഗമാണ്, മൃഗം. നിങ്ങൾക്ക് മനസാക്ഷിയില്ല. പകരം വീട്ടിയല്ലേ, പകരം വീട്ടി. എന്നെയും കൂടെ കൊല്ലാണോ പറഞ്ഞത്? കൊല്ല എന്റെ അനിയൻ പോയി പാറുമായി. എനിക്കിനി ആരുമില്ല. ഈശ്വരൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്റെ അനിയനെ കൊന്ന് എന്നെയും തകർന്ന ഈ മനുഷ്യനും ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, ഒരിക്കലും. മാധവേട്ടാ, യുവന്മാരാണ് ഇതെല്ലാം ചെയ്യിച്ചത്. എനിക്കാരുമില്ല. ഇവരെ ഞാൻ എങ്ങനെ മറവ് ചെയ്യും? കുഞ്ഞൊന്ന് വിഷമിക്കണ്ട, വാസുവിനെ ഞാൻ ദഹിപ്പിക്കും. അയ്യോ മോനെ, നമുക്ക് പോകാം. ഞാനില്ല, പാറുമായി പോയിക്കോളൂ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അവൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ? അവന് വേണ്ടി ഞാൻ ജീവിച്ചു. ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. പാറുമായി പൊയ്ക്കോളൂ. എന്നെ വിട്, വിടാനാ പറഞ്ഞത്. വീട്ടിലേക്ക് നടക്ക്, പറയുന്ന അനുസരിക്കാൻ. ആർക്കു വേണ്ടിയും ജീവിക്കേണ്ട ആവശ്യം നിനക്കില്ലായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ടി നീ ജീവിച്ചേ പറ്റൂ. പറയുന്ന അനുസരിക്കൂ, അനുസരിച്ചേ പറ്റൂ. നീ എന്റെ ഭാര്യയാണ്.